സുനന്ദ പുഷ്കറുടെ മരണവുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമം നൽകിയ വാർത്തയെക്കുറിച്ച് ശശി തരൂർ എം പി ട്വിറ്ററിൽ കട്ട ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞത് അമേരിക്കൻ ഇംഗ്ലീഷ് അറിയാത്തതിനാൽ പലർക്കും മനസ്സിലായില്ല. ദേശീയ മാധ്യമം ഉൾപ്പെടെ ശശി തരൂരിൻ്റെ പ്രതികരണം തിരുവനന്തപുരത്ത് വെച്ച് തേടി. തരൂരിൻ്റെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച പല അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കുന്നവർ തന്നെയാണോ ഈ വാർത്തയുടെയും പിന്നിൽ എന്ന് മാത്രമേ സംശയമുള്ളൂ. എന്തായാലും തരൂർ ക്ഷുഭിതനാണ്. നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ കാത്തിരിപ്പവനോ ശശി, തേച്ച ചായമുരച്ചു ചുറ്റിനും തേപ്പു തീർത്തവനോ ശശി, നാട്ടിലെ നിഴൽ കൂട്ടമൊക്കെയും ആദരിപ്പവനോ ശശി, ആരുമില്ലിനി കാണുവാൻ ഇതു കേൾക്കുവാൻ അയാൾ ശശി നാട്ടുമുക്കിലെ. Somebody should try and exploit a personal tragedy. I have nothing to hide. I fully cooperated with the police at every stage, and that the full facts of all the circumstances that have been mentioned and distorted in yesterday's broadcast are known to the police. തരൂരിൻ്റെ വിശദീകരണത്തിനിടയിൽ ചോദ്യം ചോദിച്ച ദേശീയ മാധ്യമ പ്രതിനിധിയോട് തരൂർ തട്ടിക്കയറി. തരൂരിൻ്റെ അനുയായികൾ മാധ്യമ പ്രതിനിധിയെ കൈകാര്യം ചെയ്തില്ല എന്നേയുള്ളൂ. അതിൻ്റെ വക്കത്തെത്തി. You know, this is the problem. There are some people who are simply not interested in any professional journalism. Somebody would rather hear their own voice. Why don't you interview him? He is ready to be interviewed. He doesn't need to. But it's the point your is, own man Friday who's speaking. Please take over. Why don't you come and speak? So why are you harassing me like this? Why are you physically manhandling me? Why are you physically manhandling Please come. I'm offering you a platform. Why are you physically manhandling me? These people are not journalists. These people are not. നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ കാത്തിരിപ്പവനോ ശശി, തേച്ച ചായമുരച്ചു ചുറ്റിനും തേപ്പു തീർത്തവനോ ശശി, നാട്ടിലെ നിഴൽ കൂട്ടമൊക്കെയും ആദരിപ്പവനോ ശശി, ആരുമില്ലിനി കാണുവാൻ ഇതു കേൾക്കുവാൻ അയാൾ ശശി നാട്ടുമുക്കിലെ. പുതിയ ദേശീയ മാധ്യമത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു ബ്രേക്കിംഗ് ന്യൂസ്. ഇവിടെ പുതിയൊരു ചാനലിൻ്റെ ഉദ്ഘാടന വാർത്തയിൽ പരിക്കേറ്റതും മറ്റൊരു ശശിക്കായിരുന്നു, AK ശശീന്ദ്രന്. പുതിയ ചാനലുകളുടെ ഉദ്ഘാടന ബോംബുകളിൽ പരിക്കേൽക്കുന്നവർ സംഘടിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. ചില ഭാഗങ്ങളിൽ ഓട്ടം ചെല്ലുന്നില്ലടോ. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കൊള്ളും. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി. പിന്നൊന്നും ഓർമ്മയില്ലടോ. കുനിഞ്ഞ മർമ്മം അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച. എന്തിനാ കുനിഞ്ഞത്? നീ വരാൻ വേണ്ടി കുനിഞ്ഞതാ.